മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം. പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ടോ? അത്തരത്തിലുള്ള ആ ഒരു പ്രപഞ്ചശക്തിയുടെ ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഈ ഒരു പ്രണയ ജീവിതത്തിൽ ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം. ആദ്യം ഈ ഒരു സെക്ഷനിലേക്ക് പോകാം, എന്നിട്ട് മറ്റേത് എടുക്കാം. ഇപ്പൊ ഫസ്റ്റ് എനർജിയിൽ തന്നെ ഈ പേഴ്സൺ ഏതൊരു രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇമോഷണൽ ഡെസേർട്ട് ആണ്, ഇനാക്ടിവിറ്റി ആൻഡ് ഐസോലേഷൻ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം, ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ഒറ്റക്കാണ്. ഓക്കെ, ഈ വ്യക്തി ഒറ്റക്കാണ്. അതായത് ഈ പേഴ്സൻ്റെതായിട്ടുള്ള ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എല്ലാത്തിലും വളരെയധികം ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. പക്ഷെ അതിലേക്കൊന്നും മുന്നോട്ട് പോകാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് മാത്രമാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ഇവിടെ ഐസൊലേഷൻ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ വളരെയധികം ഒറ്റയ്ക്ക് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പോസിറ്റീവായിട്ട് ഈ പേഴ്സണ് നിൽക്കാൻ പറ്റുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇമോഷണൽ പരമായിട്ടാണ് ഓൾറെഡി ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ വളരെയധികം ഇമോഷണലി തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഇപ്പൊ ജോലി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ മറ്റു പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ മൊത്തത്തില് എല്ലാ കാര്യവും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ വ്യക്തി എന്താ പറയുക, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടുതലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ പരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ കടന്നു പോകുന്നത്. അത് മാത്രമല്ല ഹയർ സെൽഫ് ആൻഡ് സീക്രട്ട് ഇൻഡ്യൂഷൻ ആണ്. ഇവിടെ പലപ്പോഴും നമുക്ക് ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻ പലപ്പോഴും വർക്ക് ചെയ്യുകയില്ല. ഒട്ടുമിക്ക വ്യക്തികൾക്കും, അതായത് ഒട്ടുമിക്ക മനുഷ്യർക്കും അവരുടെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ എവിടേക്കോ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ നല്ല രീതിയിൽ സ്വന്തമായി തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് ഈ പേഴ്സൺ ഒരിക്കലും ഒറ്റപ്പെടാൻ കഴിയില്ല. കാരണം വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സും കസിൻസും അങ്ങനെ കൊളീഗ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ പേഴ്സൺ താമസിക്കുന്നത്. പക്ഷേ അവരിൽ നിന്നുമൊക്കെ വളരെയധികം മാറിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ സമയമായിട്ടുണ്ട്. ചിലപ്പോൾ യോഗ ക്ലാസ്സുകളിലോ ആശ്രമത്തിലോ അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന പ്രാർത്ഥനാലയത്തിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതകൾ അധികമായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ ആണ്. അതായത് ഈ വ്യക്തിയുടെ സ്വയം അറിവ്, സ്വയം ജ്ഞാനം, അത് ഈ വ്യക്തിയിൽ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും സത്യമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഈ പേഴ്സൺ ആദ്യമൊക്കെ സ്വന്തമായിട്ട് പോലും ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ലക്ഷ്യബോധത്തിലേക്ക് ഈ വ്യക്തി വരുന്നു.
തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർത്തും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് അത് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അതും ഈ പേഴ്സണ് അറിയാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ പറയാതെ തന്നെ, എക്സ്പ്രസ് ചെയ്യാതെ തന്നെ ഈ വ്യക്തിക്ക് അറിയാനായിട്ട് പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ എന്നാണ്. എല്ലാ കാര്യത്തിലും ഈ വ്യക്തി വളരെയധികം ഒരു പോസിറ്റീവായിട്ടാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ, പരാതികളും പരിഭവം, കുറ്റങ്ങള് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ വ്യക്തി എങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിനും ഏതിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് കൃത്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷനിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണ് നല്ല രീതിയിൽ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ ഗുരുക്കൾ, അതായത് ഇപ്പോൾ റെയ്ക്കി മാസ്റ്റർ ആകാം, യോഗ മാസ്റ്റർ ആകാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാകാം, എന്തുകൊണ്ടോ ഒരു പടി ഉയർന്ന അറിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യവും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ഒരു സാന്നിധ്യവും കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല ദ സാൻഡ്സ് ഓഫ് ടൈം ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് സമയത്തെ കുറിച്ചിട്ടാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ചെലവഴിച്ചിട്ടുള്ള സമയം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള സമയം, നിങ്ങളുമായിട്ട് സന്തോഷിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ വ്യക്തി നഷ്ടപ്പെടുത്തിയിട്ടുള്ള സമയം. അപ്പൊ കൂടുതലും സമയത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നല്ല കാലഘട്ടങ്ങൾ, അതായത് ഈ വ്യക്തി സ്വയം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള നല്ല കാലഘട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ്, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നുണ്ട്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സമയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഈ വ്യക്തിയോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ സമയത്തൊക്കെ ഈ വ്യക്തി അത്രയും അങ്ങോട്ട് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും ജീവിതം അങ്ങോട്ട് കിടക്കല്ലേ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാം, സംസാരിക്കാം, ഇനിയും ഒരുപാട് ടൈം എടുക്കും, എനിക്ക് സമയം വേണം, ഇതൊക്കെയാണ് ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ മുടന്തൻ ന്യായങ്ങൾ. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സമയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങളുമായിട്ട് പങ്കിടേണ്ടതായിട്ടുള്ള ഒരുപാട് സുന്ദരമായ നിമിഷങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല പലതരത്തിലുള്ള പദ്ധതികളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 6 ഓഫ് സ്ക്രോൾസ് ആണ്. അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കൂടിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ ഫ്രാഗ്മെന്റഡ് എനർജി ആണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഒരു നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള മണമുള്ള ഒരു പെർഫ്യൂം ഒരാള് ശരീരത്തിൽ അടിച്ചിട്ട് സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് നോക്കും അല്ലേ, അത് ഏത് പെർഫ്യൂമാണ്, ഏത് ഫ്ലേവർ ആണ്, അല്ലെങ്കിൽ ആരാണ് ആ പോയത് എന്നുള്ളത് നമ്മൾ നോക്കും. അതുപോലത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, ആദ്യമൊക്കെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് പോലും ഈ വ്യക്തിക്ക് സുഗന്ധമേറിയ ഒരു അനുഭൂതിയായിട്ടാണ് തോന്നിക്കുന്നത്. കാരണം ഈ വ്യക്തി ഇരിക്കുന്ന ആ ഒരു സാഹചര്യം പോലും മറന്നുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കും. നിങ്ങളുമായിട്ട് വളരെ കുറച്ച് ചിലപ്പോൾ ഈ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടാകുള്ളൂ. അപ്പൊ ആ ഒരു ചാറ്റിങ്ങിലാണെങ്കിൽ പോലും ആ ചാറ്റ് എടുത്ത് നോക്കുവാനും, നിങ്ങളുടെ ശബ്ദരേഖകൾ നോക്കുവാനും, നിങ്ങളുടെ ഫോട്ടോസ് ആസ്വദിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ വളരെയധികം ആകർഷണമാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ
വളരെയധികം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ളൊരു അമിതമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടെംപ്ടേഷൻ ആണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ ഒരു കണക്ഷൻ എന്തായാലും ഫിക്സ് അപ്പ് ചെയ്യണം. ലെറ്റ് ദം ഗോ എന്നാണ്. ഇവിടെ ഒരു മരത്തിന് തീ പിടിക്കുന്നുണ്ട്. ആ മരം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവിടെയും വിഷമത്തോടെ ഒരു പെൺകുട്ടി വിഷമത്തോടെ ഇരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ളതും, അതായത് ഈ പേഴ്സൺ അത് പോസിറ്റീവാണ്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ എന്താ പറയാ, ഒരു കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. അവര് ഈ പേഴ്സണ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനും നെഗറ്റീവാണ്. അതായത് ഈ പേഴ്സണ് പോസിറ്റീവാണ്, പക്ഷെ നിങ്ങളും ഈ റിലേഷൻഷിപ്പ് ആയിട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവാണ്. അങ്ങനെ വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാകാത്ത ചില കാര്യങ്ങൾ. അപ്പോൾ അതിനെ ഫ്രീ അപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സന്റെ സൗഹൃദങ്ങളാകാം, അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവമാകാം. ഇപ്പൊ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ വാശി. ചിലപ്പോൾ ഈ പേഴ്സന്റെ വാശി കാരണം ഈ വ്യക്തി പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാകാം. പക്ഷെ ആ അതേ വാശി തന്നെ നിങ്ങളുടെ കാര്യത്തിലും ഈ റിലേഷൻഷിപ്പിലേക്കും വരുമ്പോൾ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനും നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ വ്യക്തി കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. യെസ്, ഇവിടെ ചില ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളിലും ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഡിസഗ്രിമെന്റ്സ്, അതായത് ആ ഒരു താല്പര്യമില്ലായ്മ, സമ്മതമില്ലായ്മ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ ലെയർ ആണ്. കാരണം ഇവിടെ വളരെയധികം ഭീകരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാനായിട്ടുള്ള കാരണക്കാര് ആരാണോ, ഇപ്പൊ നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം ആരാണോ, ശത്രുക്കൾ ഉറപ്പായിട്ടുണ്ടാകും അല്ലെ. അവരിപ്പോഴും ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതൊരു വാണിങ്ങും കൂടിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം അവർ പരിപൂർണമായിട്ടും ഇതിൽ നിന്നും വിട്ടുമാറിപ്പോയിട്ടില്ല. അവരുടെ ആ ഒരു എനർജി എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒളിച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതായത് ഒരു ഓവറോൾ എനർജിയിലാണ് അത് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, 444 കിട്ടിയിട്ടുണ്ട്. 444 കാണുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. എബ്രോഡ്, ലിബ്ര, സോഡിയക് സൈൻ, ലോയർ, ലെറ്റർ ടി, സോൾമേറ്റ്, 144, ലേസ്നെസ്, തിരുവോണം, ഫാഷൻ ഡിസൈനിങ്, ബിസിനസ്, ബോഡി ഷേപ്പ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.